Dear students, welcome to Real Analysis class. This class we very important theorem prove Cauchy criteria for convergence. Okay, Cauchy convergence criteria number. Cauchy convergence criteria. Cauchy convergence criterion. Our exam is state and pro Cauchy convergence criteria. State and pro. 5 മാർക്കിൻ്റെ കേസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ 2 ലെമ്മകളും നമുക്ക് ആവശ്യമുണ്ട്. അത് രണ്ടും ഇവിടേക്ക് നിങ്ങൾ എഴുതി പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് തിയറം ഇതാ പറയുന്നത് തിയറം every convergent sequence is a Cauchy convergent sequence is a Cauchy sequence. അല്ലെങ്കിൽ let x equal to xn be a convergent sequence, then x is a let x equal to xn be a sequence of real numbers, then x is convergent if and only if x is a Cauchy sequence. ഇങ്ങനെ പറയാം, a sequence of real numbers is convergent if and only if it is Cauchy sequence. ഇങ്ങനെയും പറയാം, a sequence is convergent if and only if it is Cauchy sequence. A sequence of real numbers is convergent if and only if it is a Cauchy sequence. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ let x equal to xn be a sequence of real numbers, then x is convergent if and only if x is a Cauchy sequence. ഓക്കെ, ഇങ്ങനെയും പറയാം. പ്രൂഫ് ഒരു ഭാഗം നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. we have already proved that a convergent sequence is a Cauchy sequence. A convergent sequence is a Cauchy sequence. അപ്പം നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യുക? എക്സാമിന് നിങ്ങൾ ചെയ്യേണ്ടത് ആ ലെമ്മ ഉണ്ടല്ലോ, തൊട്ടും ഫസ്റ്റത്തെ ലെമ്മ 3.5.3 എന്ന് പറഞ്ഞ ലെമ്മ, അത് ഇവിടേക്ക് എടുത്ത് ചെയ്യുക. ഈ പ്രൂഫ് ഇവിടെ എഴുതുക. എന്നിട്ട് കോൺവേഴ്സ്ലി സപ്പോസ് x equal to xn is a Cauchy sequence. To prove that x equal to xn is convergent. ഒരു Cauchy sequence x equal to xn എന്ന Cauchy sequence എടുക്കാൻ അത് കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. കൺവേർജൻറ്റ് സീക്വൻസ് ഒക്കെ Cauchy ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു ബൈ ലെമ്മ 3.3 ബൈ ലെമ്മ 3.5.3. ഇനി ഇത് പ്രൂവ് ചെയ്യണം. കോൺവേഴ്സ്ലി സപ്പോസ് x equal to xn is a Cauchy sequence. From lemma 3.5.4, x is bounded. Every Cauchy sequence is bounded. Therefore, since x is a Cauchy sequence, x is bounded. Okay, x is bounded. Then every bounded sequence has a convergent subsequence by Bolzano-Weierstrass theorem. By Bolzano-Weierstrass theorem, capital X has a convergent subsequence x dash is equal to xnk. നമുക്ക് പേര് കൊടുക്കാം, x dash എന്ന് xnk എന്ന് കൊടുക്കാം. x dash is equal to xnk. എക്സിന് എന്തുണ്ടാവും? ഒരു കൺവേർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ടാവും, ഒരു x dash equal to xnk എന്ന. ആരാണ് അത് ഗ്യാരണ്ടി ചെയ്തത്? Bolzano-Weierstrass theorem. എന്ത്? ക്യാപിറ്റൽ എക്സ് ബൗണ്ടഡ് ആണ്. എവരി ബൗണ്ടഡ് സീക്വൻസ് ആസ് എ കൺവേർജൻറ്റ് സബ്സീക്വൻസ് ആൻഡ് എക്സ് ഡാഷ് കൺവേർജസ് ടു എക്സ് സ്റ്റാർ. സേ ഇറ്റ് ഹാസ് എ കൺവേർജൻറ്റ് സബ്സീക്വൻസ് എക്സ് ഡാഷ് ആൻഡ് എക്സ് ഡാഷ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും ഒരു പോയിന്റിലേക്ക്. ആ പോയിന്റിനെ നമുക്കൊരു എക്സ് സ്റ്റാർ എന്ന് വിളിക്കാം. എക്സ് സ്റ്റാർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ക്ലെയിം ഇതാണ്. എൻ്റെ ക്ലെയിം ഇതാണ്, നമ്മൾ ഒറിജിനൽ സീക്വൻസും എങ്ങോട്ട് തന്നെയാണ് കൺവേർട്ട് ചെയ്യുക. നമുക്കറിയാം, ഒരു സീക്വൻസ് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സബ് സീക്വൻസും സെയിം പോയിന്റിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യുന്നു എന്നാണല്ലോ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും നിങ്ങൾ ഈ എക്സ് സ്റ്റാറിലേക്ക് തന്നെ ആയിരിക്കും ഒറിജിനൽ സീക്വൻസ് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ടു പ്രൂവ് ദാറ്റ് എക്സ് കൺവേർജസ് ടു എക്സ് സ്റ്റാർ, ഒറിജിനൽ സീക്വൻസും എക്സ് സ്റ്റാറിലേക്ക്. എക്സ് ഡാഷ് ആണ് ഇത്, എക്സ് ഡാഷ് എക്സ് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ അസംഷൻ. അങ്ങനെയാണെങ്കിൽ എക്സ് എക്സ് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് തെളിയിക്കേണ്ടത്. ഓക്കെ, സിൻസ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ഈസ് എ Cauchy sequence. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആർബിട്രേറ്റ് ആപ്സിലോൺ എടുത്തു വെച്ചു. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി
arbitrary. Since x equal to xn is a Cauchy sequence, for the above epsilon greater than 0, there exists an h of epsilon by 2. Corresponding epsilon by 2 corresponding for the above epsilon by 2 greater than 0, there exists an h of epsilon by 2 belongs to n such that for every n comma m greater than or equal to h of epsilon by 2, modulus of xn minus xm less than epsilon by 2 എന്ന് പറയാം. epsilon by 2. ഇക്വേഷൻ നമ്പർ 1. ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഓക്കെ, എന്താണ് x equal to xn Cauchy sequence ആയതുകൊണ്ട് for every epsilon for the above epsilon കറസ്പോണ്ടിങ് ആയിട്ട് epsilon by 2 പോസിറ്റീവ് ആയിരിക്കും. epsilon by 2 എന്ന ചെറിയ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എച്ച് കിട്ടും. epsilon by 2 എന്ന ചെറിയ നമ്പറിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എച്ച് കിട്ടും. ആ എച്ചിൻ്റെ പ്രത്യേകത എന്താ? എച്ചിന് ശേഷമുള്ള എല്ലാ എന്നിനും എമ്മിനും എക്സനും എക്സും തമ്മിലുള്ള അകല epsilon by 2 കുറവായിരിക്കും. ഇനി നമുക്കറിയാം എന്ത് എക്സ് ഡാഷ് എങ്ങോട്ട് കൺവേർജ് ചെയ്യുന്നുണ്ട്? സിൻസ് x dash equal to xnk converges to x star for the above epsilon greater than 0, there exists xnk x star like converge ചെയ്യുന്നതുകൊണ്ട് there exists k greater than or equal to h of there exists a natural number k greater than or equal to h of epsilon by 2 belong to the set n1 n2 n3 etc such that mod xk minus x star less than epsilon by 2. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. ഇതെങ്ങനെ കിട്ടി? ഇത് ശരിക്കും ആലോചിക്കേണ്ടതാണ്. നമുക്കറിയാം xnk x സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജിന് ശേഷം നമുക്ക് ഏതൊരു എപ്സിലോണിനും നമുക്കൊരു സ്റ്റേജ് കിട്ടും. ആ സ്റ്റേജിന് ശേഷം എന്ത് സംഭവിക്കും? ആ സ്റ്റേജിന് ശേഷം മോഡ് xnk മൈനസ് എക്സ് സ്റ്റാർ ലെസ് താൻ epsilon by 2. xnk മൈനസ് എക്സ് സ്റ്റാർ ആണല്ലോ ലെസ് താൻ epsilon by 2 ആ. പക്ഷേ ഈ xnk എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽപ്പെട്ട ആൾക്കാരല്ലേ, n1 n2 n3യിൽ പെട്ട ആൾക്കാരല്ലേ. അപ്പോൾ n1 n2 n3യിൽ പെട്ട ആൾ, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. there is a natural number k belongs to the set this. ഈ സെറ്റിൽ പെട്ട ഒരാൾ, പിന്നെ അതെങ്ങനെ k greater than h of epsilon by 2 ആവുക? അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കൺവേർജൻസിന് നമുക്കൊരു സ്റ്റേജ് കിട്ടി 1000. ഇവിടെ നമുക്ക് കിട്ടി ഒരു സ്റ്റേജ് 1500. ആദ്യത്തെ സ്റ്റേജിന് നമുക്കൊരു 1000 സ്റ്റേജ് കിട്ടിയിരിക്കാം. ക്യാപിറ്റൽ എക്സ് എക്സ് സ്റ്റാറിലേക്ക് കോഷി സീക്വൻസ് ആയതുകൊണ്ട് കിട്ടിയ എച്ച് ഒരു 1000 ആണെന്ന് വിചാരിക്കുക. കോഷി സീക്വൻസ് ആയതുകൊണ്ട് നമുക്കൊരു സ്റ്റേജ് കിട്ടിയല്ലോ, ഒരു എച്ച് ഓഫ് epsilon by 2. അതൊരു 1000 ആണെന്ന് വിചാരിക്കുക. എച്ച് 1000 ആണ്. പിന്നെ എനിക്ക് xnk കൺവേർജസ് ടു എക്സ് സ്റ്റാർ എന്ന് എനിക്കൊരു സ്റ്റേജ് കിട്ടും. അത് ആ സ്റ്റേജ് കിട്ടിയ എനിക്ക് ഒരു സ്റ്റേജ് കിട്ടി. ഏതോ ഒരു സ്റ്റേജാണ്, ആ സ്റ്റേജിന് പേര് ഞാൻ വിളിച്ചില്ല, അതവിടെ നിൽക്കട്ടെ. ആ സ്റ്റേജ് എനിക്ക് കിട്ടിയ 1500 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ 1500 അല്ല, എനിക്ക് 600 കിട്ടിയിരിക്കുക, 600 കിട്ടിയിരിക്കുക. ഫസ്റ്റത്തേൻ്റെ സ്റ്റേജ് കിട്ടിയ 1000, രണ്ടാമത്തേൻ്റെ സ്റ്റേജ് കിട്ടിയ 600. അങ്ങനെയാണെങ്കിൽ 600 ശേഷം ഉള്ള ഈ xnkകൾക്കൊക്കെ മോഡ് xnk മൈനസ് എക്സ് സ്റ്റാർ ലെസ് താൻ epsilon by 2 ആവുമല്ലോ. അങ്ങനെയാണെങ്കിൽ 600 ശേഷം ശരിയാണെന്ന് പറഞ്ഞാൽ 600 ശേഷം അങ്ങോട്ടൊക്കെ ശരിയാണെന്ന് പറഞ്ഞാൽ 1000 ശേഷം ശരിയല്ലേ? 600 ശേഷം ഫുള്ള് ശരിയാണെങ്കിൽ പിന്നെ 1000 ശേഷം ശരിയാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യുക? വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റിക്ക് എന്ത് എടുക്കുക? k greater than h എന്ന് തന്നെ എടുക്കുക. k greater than 600 മതി. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഇതും കൂടി സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് കൊണ്ട്, ഈ കാര്യം കൂടി എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ അതും കൂടി ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തെടുക്കുന്നു? k ആയിട്ട് രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ട് ഞാൻ 600 അല്ല എടുക്കുന്നത്, 600ൻ്റെ 1000ൻ്റെ മാക്സിമം ആയ 1000 തന്നെ എടുക്കുന്നത്. അപ്പോൾ 1000 ശേഷം രണ്ടാമത്തെ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം രണ്ടാമത്തത് 600 ശേഷമാണ് വർക്ക് ചെയ്യുക. പക്ഷേ 600 ശേഷം വർക്ക് ചെയ്യുന്ന ഒരു കാര്യം 1000 ശേഷം എന്തായാലും വർക്ക് ചെയ്യും. കാരണം 600 ശേഷമേ വർക്ക് ചെയ്യൂ. 700 800 900 950
601-നും 610-നും ഒക്കെ വർക്ക് ചെയ്യും. ഇൻ പർട്ടിക്കുലർ 1500-നും 1001-നും 1010-നൊക്കെ അത് വർക്ക് ചെയ്യും, കാരണം 600-ന് ശേഷം ആയതുകൊണ്ട്. അപ്പം വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി നമുക്ക് അങ്ങനെ എടുക്കാം, കെ ഗ്രേറ്റർ ദാൻ എച്ച് എന്ന് എടുക്കാം. പിന്നെ ഈ സെറ്റിൽ നിന്ന് എടുത്തത് എന്തിനു വെച്ചാൽ ഇത് XNK ആയതുകൊണ്ടാണ് ഈ സെറ്റിൽ നിന്നുള്ള ആളെ കിട്ടും. ഓക്കെ, നിങ്ങൾ ശരിക്കും ഇനി ആലോചിച്ചാൽ മതി, അപ്പോൾ ഇവിടെ കിട്ടും. N1 N2 N3 നിന്ന് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ സീക്വൻസ് ഒറിജിനൽ സീക്വൻസ് 1/n എന്ന കോഷി സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. നമ്മളെ ഇത് XNK എന്ന് പറയുന്നത് 1/3n എന്നുള്ള കോഷി സീക്വൻസ് ആണ്, 1/3n എന്ന സബ് സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ വരിക, N1 N2 N3 എന്നൊക്കെ പറഞ്ഞാൽ എന്താ വരിക, 1/3 1/6 1/9 1/12 എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിൽ നിന്നാണ് നമുക്ക് എന്തെടുക്കേണ്ടത്, XK എടുക്കുക, ആ ടേമും അല്ലേ. അപ്പോൾ 1500 ആണെങ്കിൽ 1500, പിന്നെ 1503 വരിക, 1503 മൈനസ് X സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. പിന്നെ ഇവിടെ എന്താ വരിക, 1506, 3ന്റെ മൾട്ടിപ്പിളാണ് ഫുൾ അവിടെ വരിക. ഇവിടെ ഫുൾ എന്താ വരിക, 3ന്റെ കേകളൊക്കെ എന്താ വരിക, 3ന്റെ മൾട്ടിപ്പിളാണ് വരിക. ഈ പ്രത്യേക എക്സാമ്പിളിലാട്ടോ ഞാൻ പറഞ്ഞ 3ന്റെ മൾട്ടിപ്പിൾ എന്ന്, ജനറൽ ആയിട്ടല്ല. ഈ പ്രത്യേക എക്സാമ്പിളിൽ 3ന്റെ മൾട്ടിപ്പിളാണ് നമ്മളെ നമ്മളെ സബ് സീക്വൻസ്. അതുകൊണ്ട് ഇവിടെയൊക്കെ എന്താ 3ന്റെ മൾട്ടിപ്പിൾ 1503, 1506, 1509, 1512 മൈനസ് X സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആവും. ഇനി ബാക്കി നിങ്ങൾ ശരിക്കും ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ദെൻ മോഡുലസ് ഓഫ് XN മൈനസ് X സ്റ്റാർ മോഡുലസ് ഓഫ് XN മൈനസ് X സ്റ്റാർ ഈസ് ഈക്വൽ ടു മോഡ് XN മൈനസ് XK. ഓക്കെ, അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടി ഉണ്ടാക്കി വെക്കുന്നു. ഇതിന് മുന്നേ ചെറിയൊരു കാര്യം കൂടി എനിക്ക് ഉണ്ടാക്കി വെക്കാനുണ്ട്. ഇക്വേഷൻ നമ്പർ 1 ഞാൻ എമ്മിന് പകരം എനിക്ക് ആരെ കൊടുക്കുന്നു എന്ന് അറിയാം, കെനെ കൊടുക്കുന്നു. എമ്മിന് പകരം കെ കൊടുക്കുന്നു. ഇവിടുത്തെ എമ്മിന് പകരം ഫ്രം വൺ ഓക്കെ, സിൻസ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H ഓഫ് എപ്സിലോൺ ബൈ 2, സിൻസ് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H ഓഫ് എപ്സിലോൺ ബൈ 2, കെ എച്ചിനേക്കാൾ മുകളിലായതുകൊണ്ട് എമ്മിൻ്റെ സ്ഥാനത്ത് എനിക്ക് കെ എടുക്കാം. കെ ഒരു നാച്ചുറൽ നമ്പർ ആണല്ലോ. എം ഇതായിരിക്കും എച്ചിന് ശേഷമുള്ള എല്ലാ എന്നിനും എമ്മിനും ഇത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ എച്ചിന് ശേഷമുള്ള ഒരാളാണ് കേക്ക് ഇത് ശരിയാണ്. എന്ത് കിട്ടും, ഫ്രം വൺ മോഡ് XN മൈനസ് XK ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇക്വേഷൻ നമ്പർ 3. നൗ mod XN minus X star is equal to mod XN minus XK plus XK minus X star, which is less than or equal to mod XN minus XK plus mod XK minus X star. XN minus XK, XK minus X star. XK minus X star ഇവിടെ less than epsilon by 2 ഉണ്ട്. ഇത് less than epsilon by 2 ആയി. XN minus XK ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു, which is less than. Now if n greater than or equal to ആരെക്കാൾ മുകളിലാവുമ്പോൾ n greater than or equal to k, n greater than or equal to n greater than or equal to h for every n greater than or equal to h of epsilon by 2, h of epsilon by 2 mod xn minus x star. xn minus xk നോക്ക്, xn minus xk എന്താ, less than epsilon by 2, less than epsilon by 2 plus xk minus x star or xk minus x star less than epsilon by 2 equal to epsilon. Therefore for every epsilon greater than 0, arbitrary and epsilon, for every epsilon greater than 0 we got an n greater than h of epsilon by 2 such that for every n greater than or equal to h of epsilon by 2 mod xn minus x star less than epsilon. For every epsilon we got a stage h such that for every n greater than or equal to that stage xn corresponding terms xn minus x star after h xn minus x star less than epsilon. Therefore xn converges to x star, xn converges to x star, then hence the proof. Therefore capital X converges to x star, hence x is a convergent sequence. Therefore every Cauchy sequence is a convergent sequence also. Therefore a sequence is convergent if and only if it is a Cauchy sequence. Very important theorem, exam ഒക്കെ നിർബന്ധമായിട്ട് ചോദിക്കും.
അപ്പം കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുക. ഓക്കെ, നമുക്കൊരു എക്സാമ്പിളും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ് xn ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് എക്സെട്ര പ്ലസ് 1/n. ഇത് ഡൈവേർജൻ്റ് ആണെന്ന് ഒരു വട്ടം നമ്മൾ പ്രൂവ് ചെയ്തു. എങ്ങനെ? ഇത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണെന്ന് പ്രൂവ് ചെയ്തു. മോണോട്ടോൺ ഇൻക്രീസിങ് സീക്വൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് പിന്നെ കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബൗണ്ടഡ് എന്നാണ്. കൺവേർജൻ്റ് ആവുക എപ്പോഴാണ്? ബൗണ്ടഡ് എബോവ് ആവുമ്പോൾ. ബൗണ്ടഡ് ഇൻക്രീസിങ് ആയതുകൊണ്ട് ബൗണ്ടഡ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഉണ്ടാകുമ്പോൾ മാത്രം. പക്ഷേ ഇത് ബൗണ്ടഡ് അല്ലാന്ന് തെളിയിച്ചു. അങ്ങനെ ഇതെന്തല്ല, കൺവേർജൻ്റ് അല്ല. ഇനി നമുക്ക് വേറൊരു ഐഡിയ, കോഷി അല്ലെങ്കിൽ കൺവേർജൻ്റ് അല്ലല്ലോ. കോഷി ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി കൺവേർജൻ്റ് നമ്മൾ തെളിയിച്ചു. കോഷി ആണെങ്കിൽ കൺവേർജൻറ്റ്, കോഷി അല്ലെങ്കിൽ കൺവേർജൻ്റ് അല്ല എന്നാണ് അപ്പോൾ തെളിയിച്ചത്. അപ്പോൾ കോഷി അല്ലെങ്കിൽ കൺവേർജൻ്റ് അല്ല എന്ന് ഉറപ്പിക്കുക. ഇത് കോഷി അല്ല എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എക്സാമ്പിൾ, പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ കോഷി സീക്വൻസ്. നോട്ട് എ കോഷി സീക്വൻസ്, therefore it is not a convergent sequence. Okay, xn is equal to 1 plus 1/2 plus 1/3 plus etc plus 1/n. If m greater than n, m n-നേക്കാൾ വലിയൊരു സംഖ്യയാണെങ്കിൽ xm 1 plus 1/2 plus 1/3 plus etc plus 1/n plus 1/n plus 1 plus etc plus 1/m വരും. Then therefore മോഡ് xm minus xn വരിക. മോഡ് xm നിന്ന് xn പോയാൽ എന്ത് വരും? ഇതിൽ നിന്ന് ഇത് പോയാൽ എന്ത് വരും? 1 to 1/n ഫുള്ളായിട്ട് ക്യാൻസലായി പോകും. 1 to 1/n ഒക്കെ ക്യാൻസലായി പോകും. പിന്നെ ബാക്കി ആരുണ്ടാവുക? 1/n plus 1 plus 1/n plus 2 plus etc plus 1/m ഉണ്ടാവും. ഇതൊക്കെ പോസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് മോഡിൻ്റെ ആവശ്യമില്ല. 1/n plus 1 plus 1/n plus 2 plus etc plus 1/m, which is greater than 1/m plus 1/m plus 1/m plus etc plus 1/m. എന്താ ചെയ്തത്? 1/m ആണ് ഏറ്റവും ചെറിയത്. കാരണം n plus 1 ലെസ് ദാൻ m ആണ്. അതുകൊണ്ട് 1/n plus 1 ഗ്രേറ്റർ ദാൻ 1/m ആണ്. അപ്പം 1/n plus 1-നേക്കാൾ ചെറുതാണ് 1/m. ചെറുതാണ് 1/m. ഇവരെക്കാളൊക്കെ ഇതിനേക്കാൾ ചെറുതാണ് 1/m. ഇതിനേക്കാൾ ചെറുതാണ് 1/m. എല്ലാ ടേമിനേക്കാളും ചെറുതാണ് 1/m. അപ്പോൾ എല്ലാവർക്കും പകരം അതിനേക്കാൾ ചെറുത് കൊടുക്കുമ്പോൾ ആ സൈഡ് ചെറുതായി പോകും. ചെറുത് കൊടുക്കുമ്പോൾ ഇത് 1/n plus 1 പകരം അതിലും ചെറുത് 1/m കൊടുക്കുമ്പോൾ ആ സൈഡ് ചെറുതാവുമല്ലോ. ഈ സൈഡ് മൊത്തം ചെറുതാവും. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര 1/m ഉണ്ട്? എത്ര ടേം ഉണ്ട്? ഇത് ടോട്ടൽ എമ്മിൽ നിന്ന് n പോയാൽ m-n ടേംസ് ഉണ്ട്. m-n ടേംസ് ടോട്ടൽ 1 മുതൽ m വരെ 1/1 മുതൽ 1/m വരെ m ടേംസ്. അതിൽ നിന്ന് n ടേംസ് പോയാൽ m-1 ടേംസ് ഉണ്ട്. m-n ടേംസ് ഉണ്ട്. m-n by m is equal to 1 minus n by m. Take m equal to 2n. Then mod xm minus xn is greater than 1 minus n by 2n is equal to 1 minus 1/2 എന്ന് വരും. 1/2. So mod xm minus xn greater than 1/2 എന്ന് കിട്ടും. mod xm minus xn is always greater than 1/2 എന്ന് കിട്ടും. So choose epsilon naught equal to 1/2. Then for every h belongs to n, mod xm minus, for every h belongs to n, take n greater than h and m equal to 2n. Then mod xn minus xm is greater than 1/2 equal to epsilon naught. Therefore xn is not a Cauchy sequence. Therefore xn is not convergent. എന്താ ചെയ്തത്? എക്സനും എക്സമ്മും കണ്ടെത്തിയിട്ട് നമ്മൾ xn മൈനസ് എക്സം അല്ലെങ്കിൽ xm മൈനസ് എക്സൻ ഒക്കെ സെയിം തന്നെയാണ് മോഡുലസ് എടുക്കുമ്പോൾ. ഇത് ചെയ്തപ്പോൾ എന്ത് കിട്ടി? മോഡ് xm മൈനസ് എക്സൻ ഗ്രേറ്റർ ദാൻ 1/2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്സിലോൺ നോട്ട് 1/2 എടുത്തിട്ട് എത്ര വലിയ എച്ച് നിങ്ങൾ എടുത്തിട്ടും കാര്യമില്ല. എത്ര വലിയ എച്ച് എടുത്താൽ നമുക്ക് എന്താ വേണ്ടത്? കോഷി അല്ലാന്ന് കാണിക്കാൻ എന്താ വേണ്ടത്? ഡയറക്ഷൻ അപ്സിലോൺ നോട്ട് സച്ച് ദാറ്റ് ഫോർ എവറി എച്ച്
ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1m ആൻഡ് 1n, ഒരു എമ്മും കിട്ടണം ഒരു എന്നും കിട്ടണം. എന്തായാലും അർത്ഥം എന്താ അതിൻ്റെ പ്രത്യേകത? എക്സമ്മും എക്സനും നമ്മൾ അകലം എപ്സിലോൺ നോട്ടിനേക്കാൾ വലുതാകുന്ന വിധത്തിൽ നമുക്കറിയാം. എത്ര എച്ച് നിങ്ങൾ എടുത്തോളൂ, എത്ര വലിയ എച്ച് എടുത്തോ, നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു n നിങ്ങൾ ഇഷ്ടമുള്ള ഒരു n എടുക്കുക. എന്നിട്ട് m ആയിട്ട് അതിൻ്റെ 2 ഇരട്ടി കൊടുക്കുക, 2n എടുക്കുക. m ആയിട്ട് 2n കൊടുക്കുക, ഒരു m കൊടുക്കുക, അതിൻ്റെ ഒരു 2 ഇരട്ടി ഒരു n എടുക്കുക, അതിൻ്റെ 2 ഇരട്ടിനെ m എന്നും വിളിക്കുക. അങ്ങനെയാണ് xm - xn ഗ്രേറ്റർ ദാൻ 1/2 ആണ് വരിക. എപ്പോഴും ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കും, എപ്സിലോൺ നോട്ടിനേക്കാൾ കൂടുതലായിരിക്കും. എപ്സിലോൺ നോട്ടായിട്ട് 1/2 എടുത്താൽ എപ്സിലോൺ നോട്ടിനേക്കാൾ വലുതായിരിക്കും. സോ xn എന്തല്ല, കോഷി സീക്വൻസ് അല്ല. അപ്പോൾ നമുക്ക് വേറൊരു പ്രൂഫായി എന്തിന്? 1 + 1/2 + 1/n. നോട്ട് ദാറ്റ് ദിസ് ഈസ് ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഓഫ് ദ സീരീസ്. നമ്മൾ സീരീസ് പഠിക്കാൻ പോകും. സീരീസ് 1/n എന്ന സീരീസിൻ്റെ സമ്മേഷൻ 1/n എന്ന സീരീസിൻ്റെ പാർഷ്യൽ സമ്മാണിത്. ഇത് ഡൈവേർജൻ്റ് ആയാൽ സീരീസ് ഡൈവേർജൻ്റ് ആവും. ഈ സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് ഇപ്പോൾ നമ്മൾ ശരിക്കും പ്രൂവ് ചെയ്ത്. ഇനിയും നമ്മൾ പ്രൂഫ് ഉണ്ട് ഇതിന്. ഓക്കെ, അപ്പം